അത് ശരി, പല്ലാങ്കുഴി കളിക്കാനുള്ള പരിപാടിയാണല്ലേ? സമയമില്ല അച്ഛനെ, പോയിട്ട് വേറെ പണിയുണ്ട്. കളിക്കാനാണെങ്കിൽ ഞായറാഴ്ച വരാം. അന്ന് ചൂള മുടക്കാം. ക്ഷമ ലേശമില്ല. ലേശം ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. എന്ത് ചുമ? ചുമയല്ല, ക്ഷമ ക്ഷമ. അത് മാറിയിട്ടില്ല. ഈശ്വരനിൽ വിശ്വസിക്കുക, അതുമില്ല. പിന്നെ എങ്ങനെ മരണം സംഭവിക്കാതിരിക്കും? പണ്ടെന്റെ ചിറ്റമ്മ തൂങ്ങിച്ചത്ത കാര്യം പറയണ. മനസ്സിലായി. അതല്ല, ആന ചവിട്ടിക്കൊന്നില്ലേ, മനഃപൂർവ്വം കൊല്ലിച്ചതാ. ആര്, പാപ്പാനാ? വല്ലവനൊന്നും മിണ്ടാണ്ടിരിക്കുക. ആദ്യം അസത്തിനോട് മിണ്ടായിരിക്കാൻ പറ. താനിവിടെ ഇരുന്നോളൂ. എന്താണ് ഇത്? ചെത്തിപ്പൂ. ഉത്സവം മുടക്കിച്ചതാ. ആരെ? സാക്ഷാൽ ദേവി തന്നെ. എന്നാ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? നിഷേധിയാണല്ലേ? അങ്ങനെ കുറച്ച് മാറിയിരിക്കാം. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് മാറിയിരിക്കാം. ഇനിയും ഉത്സവങ്ങൾ മുടങ്ങും, മരണങ്ങൾ സംഭവിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ചീവേലിക്കലിൽ തലയിടിച്ച് മരിച്ചില്ലേ? അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. സർക്കിളിൽ അന്യപുരുഷനെ സ്നേഹിച്ചതിന്റെ പേരില ആ കുട്ടി മരിച്ചത്. ആ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. ഒന്നും മിണ്ടാണ്ടിരിക്കുക. അതൊക്കെ മരിച്ചിട്ട് വർഷങ്ങൾ കുറെ ആയില്ലേ? ഇനി ആ ഡീറ്റെയിൽസ് എടുക്കണോ? വേണമെങ്കിൽ അത് കൊടുക്കാം. ആ കുട്ടി മരിച്ചതിന് ശാപം 7 തലമുറ പിന്തുടരും. എത്ര? 7. 1 2. അപ്പൊ ഞാൻ പെടില്ല. ഞാൻ 8ാമതാണ്. നീ ഒന്നും മിണ്ടാതിരി. ഇനി എന്താ പ്രതിവിധി? ഇപ്പൊ പറയാം. ശുക്രൻ കവടി. നീ അല്ല, അങ്ങനെ നോക്കട്ടെ. കർമ്മങ്ങൾ കൊണ്ട് ഗ്രാമത്തെ രക്ഷിക്കാൻ പ്രതിവിധി ഒന്നും തെളിയുന്നില്ല. എങ്കിലും ഒരാൾ വരെ ഈ ഗ്രാമത്തിന്റെ രക്ഷകൻ. ഒരു പച്ച ഷർട്ട് ഇട്ട ആളാണോ? അല്ല. ചോപ്പ്? എന്തിനാ? ചോപ്പ് ഷർട്ട് വീട്ടിലുണ്ടേ. എടാ, പച്ചയും ചോപ്പും ഒന്നും അല്ല. എന്നാ തന്നെ പോലെ ഷർട്ട് ഇടാത്ത കഷ്ണിക്കാരനായിരിക്കും. ആ രക്ഷകൻ ഈ ഗ്രാമത്തെ രക്ഷിക്കും. അന്ന് ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയിൽ നിറയും. പിന്നെ പുളുത്തും ഒരു രക്ഷകനെത്തോന്ന്. ആര് വരാൻ? വാരിക്കൊട്ടയ്ക്ക് പൊന്നും പണവും വാരിത്തരാൻ. അയാളെന്താ ഭൂപണേ ബാങ്ക? ജോത്സ്യം വലിയ പേര് കേട്ട ആളാ. ഇതോടെ അയാള് പേര് കെട്ട ആളാവും. ദേവിയല്ലേ? കോപ്പാണ്. ആനയുടെ മൂക്കിൽ ഉറുമ്പ് കയറിയപ്പോ ആന അടഞ്ഞു. കാറ്റ് വന്നപ്പോ വിളക്കം കെട്ട്. അപ്പൊ അത്രയല്ലല്ലോ കാര്യം. അമ്പടാനെ നിങ്ങൾ പണിയെടുക്കണം. പൊട്ടന്മാരെ. രാഘവ, അവിടെ നിൽക്കണ. ഇച്ചിരി പണിയുണ്ട്, ഇപ്പൊ വരാ. വല്ലബേട്ട, ഇതൊന്ന് പൊക്കി തരുമോ? നിനക്ക് പൊക്കി തന്നില്ലേ പിന്നെ ആർക്കാ പൊക്കി കൊടുക്ക? സുഖം തന്നെ ഉണ്ട്. നമ്മുടെ ചട്ടിപാർക്കി വന്നില്ലേ? വെറുതെ ആ ചട്ടിയോട് മാത്രം കളി വേണ്ട. പെട്ടെന്ന് പൊട്ടാത്ത ചട്ടിയാ. ചട്ടിയല്ല, അവളുടെ കലം വരെ ഞാൻ പൊട്ടിക്കും. അത് ശരിയാവൂ? നീ നോക്കിക്കോ. അധികം താമസിക്കാതെ അവളെ ഈ കൈക്കുള്ളിലിട്ട് ഞാൻ അമ്മാനെ മാടിയില്ലെങ്കിലേ. അമ്മാനാടിയിട്ട് എന്റെ അമ്മായി നമ്മുടെ തേങ്ങാക്കൊല. അത് ശരി, ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. ശരിയാവൂ? ഇതാണ് ശരി. രാഘവ, എന്തേ? ഞാനൊരു നമ്പർ കാണിച്ചു തരാം. നീ ഇവിടെ നിന്നാ മതി. അതെന്താ? നിന്നെ കണ്ടാ ചിലപ്പോ ഞാൻ കുളിച്ചിട്ടില്ലാന്ന് വിചാരിച്ചാലോ. ക്ഷമിക്കണം ഭാർഗവി, ഞാൻ കുറച്ച് വൈകിപ്പോയി. ഞാനും വൈകി. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. സത്യം പറ ഭാർഗവി, ഒറ്റത്തടിയായി ജീവിക്കുന്ന നിനക്ക് ഒരാൺതുണ വേണമെന്ന് ആഗ്രഹമില്ലേ? ഭാർഗവി, സകല ആഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി പൊട്ടാത്ത ചട്ടി പോലെ സൂക്ഷിക്കുന്ന നിന്റെ ഈ ശരീരത്തിന് ഒരാണിന്റെ ചൂട് വേണമെന്ന് മോഹമില്ലേ? ഈ തുടിക്കുന്ന ഹൃദയം വല്ലഭേട്ടനെ സ്വന്തമാക്കണമെന്ന് 100 വട്ടം കൊതിച്ചിട്ടില്ലേ ഭാർഗു? ചട്ടി പൊട്ടിയാലേ കോളാമ്പി ചട്ടി.
കട്ടി ചുട്ടതടാ. വല്ലപ്പേട്ട നമ്പർ എന്തായി? അടിയിപ്പൊ കൊണ്ടേതെ. അത് ഞാൻ കണ്ടു. ചട്ടി പൊട്ടിയുണ്ടല്ലോ. തൽക്കാലം ഇനി ബോഡി ടച്ചിങ് ഒന്നും വേണ്ട. നോക്കി നിന്ന് രസിച്ചാ മതി, അല്ലെങ്കിൽ ചട്ടി ഇനിയും പൊട്ടും. പോടത്തെണ്ടി. എന്താ പറഞ്ഞ? പോടത്തെണ്ടിന്ന്. അങ്ങനെ മര്യാദക്ക് പറ. വരട്ടെ. എത്ര കാലം വെച്ച എന്റെ കുട്ടി കഷ്ടപ്പെടണേ. ഒക്കെ സമയദോഷ. കല്യാണം എന്നൊക്കെ പറഞ്ഞതൊരു യോഗ. എന്നെ കുറിച്ച് ഓർത്ത് മുത്തശ്ശി വിഷമിക്കണ്ട. എല്ലാം ഉള്ളിലൊതുക്കി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നിന്റെ ജീവിതം കാണുമ്പോ ചങ്ക് നേറുക മോളെ. ദേവി, ഈ നാടിന്റെ രക്ഷകനൊന്ന് വന്നാ മതിയായിരുന്നു. ഇവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടായ എന്റെ മോളും രക്ഷപ്പെടുമല്ലോ. കുട്ടി എന്താ ഇത്ര വൈകിയത്? മുത്തശ്ശി, അത് ഞാൻ കുളിക്കാൻ പോയ വഴിക്ക് അങ്ങോട്ട് പോവും. കാവില് വിളക്ക് കത്തിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? ചെല്ല്. ഒന്ന് രണ്ട് തെറ്റി. അങ്ങനെയല്ല, താളം തെറ്റി. ഞാൻ വായിക്കും, നോക്കിയിരിക്കേ. മോൻ വിഷമിക്കണ്ട, അച്ഛനെല്ലാം പഠിപ്പിച്ചു തരാം കേട്ടാ. ഞാൻ സ്റ്റഡിയാടാ. പിടിക്കണ്ടാ. പിടിക്കില്ല. ആരാ വേലിയിട്ടേക്കണ ഇവിടെ? അത് വേല മതിലാണ്. ടോർച്ചെടുക്കണ ആരാ മോളിന്ന്? അത് ചന്ദ്രേട്ടനാ. അപ്പൊ നമുക്ക് കാലത്ത് കാണാം. കുഷ്ണേ ഓക്കെ. വിളിച്ചാടാ രാഘവ, വീട് മാറിപ്പോടാ. വാ, ഇത് എന്റെ വീട് തന്നെയാ. അപ്പൊ ഈ പെണ്ണ? അത് എന്റെ ഭാര്യ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ അകത്ത് പൂടി. പെൺകുട്ടികളെ ചീത്ത പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. സോറി. ആ രാഘവ, എന്തേ? ഞാൻ ഒരു കാര്യം മറന്നുപോയി. ചൂളൽ ആരുമില്ല. നീ അവിടെ പോയി കാവല് കിടക്കണം. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ തന്നെ പോണോ? ഓടാ പന്നി. എന്താ പറഞ്ഞു? ഓടാ പന്നി. അങ്ങനെ മര്യാദക്ക് പറഞ്ഞ ഈ രാഗം പോവും. മാറേ. നീ എന്താടാ വിചാരിച്ച? എനിക്ക് ആത്മാർത്ഥത ഇല്ലതാ. മഹാഭാരതത്തിലെ കർണനാടാ. കവിത പൊളിച്ചു നോക്കടാ. നീ ചൂളെ കാവല് കിടക്കുമ്പോ നിന്റെ വീടിനകത്ത് ഞാൻ കാവല് കിടക്കോടാ. വല്ലപേട്ടന്റെ വിശാല മനസ്സ് നീ മനസ്സിലാക്കണം. സോറി വല്ലപേട്ട. നോക്കണേ, വല്ലപേട്ടന്റെ വിശാല മനസ്കത മനസ്സിലായി. ഈ വല്ലപേട്ടനെ എനിക്ക് മനസ്സിലായി. മറക്കില്ല ഞാൻ. അത് മതിയടാ. ഞാൻ മറക്കില്ല. ഞാൻ ദൈവശാലിയാ. ഞാനിവിടെ ഉണ്ടറാ ഇവിടെ. നിക്ക്, നീ നേരത്തെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വരരുത്. അപ്പൊ ചായ കുടിക്കാനോ? ഞാൻ കൊണ്ടുവരാടാ. മധുരം വേണ്ട. അപ്പൊ ശരി, കാലത്ത് കാണാം. ഞാൻ വരില്ലേ? അപ്പൊ ശരി, കാലത്ത് കാണാം. പാടും ഞാൻ തന്നെ പറഞ്ഞായിരിക്കും. ബാബു വന്നേ. പാമ്പ് പ്രേതമായിട്ട് വന്നെ. ആരാത്? ആരാത്? പാമ്പാണോ? ആരാ?
പേടിപ്പിക്കുന്ന മനുഷ്യനാ. ആ. മൂത്രമൊഴിച്ചാലോ? ഇതാ ഭാർഗവിയുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അവൾ ഈ പണി തുടങ്ങിയ കൊള്ളാൻ.